ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോൺ ആപ്പുകളെ കുറിച്ച് തന്നെയാണ്. ഞാൻ ഏകദേശം ഒരു 2-3 മാസത്തോളമായി ഈ വ്യാജ ലോൺ ആപ്പുകളെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ട്. അതിൻ്റെ കാരണം ഇപ്പോൾ അങ്ങനെ വലിയ ശല്യമില്ല. ഒരുപാട് 70ഓളം ലോൺ ആപ്പുകൾ, വ്യാജ ലോൺ ആപ്പുകൾ ഗവൺമെൻറ് നിരോധിച്ചു. ഇപ്പോൾ അങ്ങനെ അധികം ആർക്കും വലിയ ശല്യമില്ല എന്ന് കരുതിയാണ് ആ ഒരു വീഡിയോ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ പേടിപ്പിക്കേണ്ട എന്നൊരു ഉദ്ദേശം അതിനുണ്ട് വീഡിയോ ചെയ്യാത്തതുകൊണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് നാളായിട്ട് ഏകദേശം ഒരു ലോൺ ആപ്പുകളുടെ ആ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് ഒരുപാട് കോൾസുകൾ വരുന്നുണ്ട്. അതിന് കാരണം ഇപ്പോഴും ലോൺ ആപ്പുകളുടെ ആ ഒരു ഭീഷണി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. നിങ്ങൾ മെസ്സേജും കോൾസുകളും എല്ലാം അയച്ചു. ഇന്നും മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന ലോൺ ആപ്പിൽ കയറിയ സമയത്ത് ഞാൻ അക്കൗണ്ട് നമ്പറൊന്നും കൊടുത്തില്ല, അക്കൗണ്ടിലെ എമൗണ്ട് ക്രെഡിറ്റായി, അത് 7 ദിവസം കഴിഞ്ഞ് തിരിച്ചടയ്ക്കുമെന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കോൾസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്തെല്ലാം ഞാൻ ഒരേ മറുപടിയാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ലോൺ ആപ്പിൻ്റെ ഭീഷണി ഒരു ഭീഷണിയേ അല്ല. കാരണം കേരളത്തിൽ ഒരു 95% ആൾക്കും അറിയാവുന്ന സംഭവമാണ്. 95 എന്നല്ല, 100% ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് ലോൺ ആപ്പുകൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. അതായത് നമ്മൾ ഇപ്പോൾ ലോൺ ആപ്പ് പണ്ടുള്ള നമ്മുടെ ചാനലിൽ പണ്ടേ ഉള്ളവർക്ക് അറിയാം. നമ്മൾ ഒരു ലോൺ എടുക്കുന്ന സമയത്ത് ആരും എടുക്കാൻ പറയുന്നതല്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നമ്മൾ പെർമിഷനും കോൺടാക്ട്സും ആക്സസ് ചോദിക്കും. ആ കോൺടാക്ട്സ് അവർ ആക്സസ് ചെയ്ത് അവർ സേവ് ചെയ്ത് വെക്കും. നമ്മളൊരു 7 ദിവസം കഴിഞ്ഞ് നമ്മൾ ലോൺ അടച്ചില്ലെങ്കിൽ ഈ കോൺടാക്ട്സിലേക്ക് അവർ അശ്ലീല മെസ്സേജ് അയക്കും. അതായത് നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി, കൊളീഗ്സ് എന്നിവരുടെ മൊബൈലിലേക്ക് അശ്ലീല മെസ്സേജ് അയക്കും. ഇതാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ലോൺ അടച്ചാലും ഇവർ ചെയ്യാൻ പോകുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഫസ്റ്റ് പോയിന്റ് ഇതാണ്: നിങ്ങൾ വ്യാജ ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും അടയ്ക്കരുത്. നിങ്ങൾ അടച്ചാലും അവർ അടച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഭീഷണിപ്പെടുത്തും. വീണ്ടും അടയ്ക്കാൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിക്കും. ഒരു കാരണവശാലും നിങ്ങൾ അടയ്ക്കരുത്. കാരണം അവിടെ ഇരിക്കുന്നത് ഒരു സിസ്റ്റമാറ്റിക്കലി വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല. ഞാൻ പണ്ടേ പറയുന്ന പോലെ കുറച്ച് ഫ്രോഡ് ആൾക്കാർ, നേപ്പാളിലും പാകിസ്ഥാനിലും വരുന്ന ഓപ്പറേറ്റ് ചെയ്യുന്ന കുറച്ച് ഫ്രോഡ് ടീമാണ് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും എത്ര കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും അവർ കൺവിൻസ്ഡ് ആകില്ല. ഓക്കെ, അവർക്ക് വേണ്ടത് ക്യാഷ് തന്നെയാണ്. അപ്പോൾ ഞാനും നിങ്ങളിങ്ങനെ കാണിക്കുന്ന സമയത്ത് എനിക്കും ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ എന്നെ അവർ വിളിച്ചിട്ട് ഹിന്ദിയിൽ ഓരോ തെറി വിളിക്കും. ഞാൻ അതിൻ്റെ അപ്പുറം തെറി ഞാൻ വിളിക്കും. പിന്നെ അവർ എന്നെ വിളിച്ചിട്ടേ ഇല്ല. ഞാൻ നല്ല തെറി വിളിക്കും. പിന്നെ എന്നെ അറിയാവുന്ന കുറച്ച് പേർക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വിളിച്ചിട്ടുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഹിന്ദി അറിയാമെങ്കിൽ നല്ല തെറി വിളിക്കുമോ, ഇല്ലെങ്കിൽ കോൺഫറൻസിലിട്ട് തന്നാൽ മതി, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ സമയവും എനിക്ക് കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, കോൺഫറൻസ് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ നിങ്ങളുടെ ഫോട്ടോ അയച്ചു തരും. ഇത് ഞാൻ നിങ്ങളുടെ കോൺടാക്ട്സിലേക്കും മറ്റ് ഫ്രണ്ട്സിലേക്കും എല്ലാം അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പേടിച്ചിരുന്നാൽ അവർ അയച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത്, ഇപ്പം ജെൻസ് ആണെങ്കിൽ കുറേ ലേഡീസിൻ്റെ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് അയച്ചു കൊടുത്തിട്ട് പറയണം, ഇതും കൂടെ വെച്ച് എഡിറ്റ് ചെയ്യാൻ പറയണം, എന്നാലേ എനിക്ക് ഫേമസ് ആകാൻ പറ്റുള്ളൂ എന്ന് പറയണം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു ഭീഷണി നിങ്ങൾ ഭയക്കേണ്ടതില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് എല്ലാവർക്കും അറിയാം. നമ്മുടെ TV ചാനലിലും അതുപോലെ തന്നെ ഓൺലൈൻ ചാനലിലും എല്ലാം ന്യൂസ് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഭീഷണി വരികയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സ്റ്റാറ്റസ് ഇടുക. എന്താണ്, എൻ്റെ മൊബൈൽ ആരോ ഹാക്ക് ചെയ്തു, ക്യാഷ് ചോദിക്കുന്നുണ്ട്, കൊടുത്തില്ലെങ്കിൽ എൻ്റെ നമ്മുടെ അശ്ലീല പിക്ചേഴ്സുകൾ വാട്സപ്പിലേക്കും കോൺടാക്ട്സിലേക്കും അയക്കുമെന്നാണ് പറയുന്നത്. ഇത് കൂടുതലും അയക്കുന്നത് നെറ്റ് നമ്പറിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ മെസ്സേജ് വരികയാണെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുകയോ ക്ലിക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ മൊബൈലും ഹാക്കാവും. അതിനുശേഷം ഈ ലോൺ ആപ്പിൻ്റെ കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സ്റ്റാറ്റസിൽ കാണിച്ചു കൊടുക്കുക. കാരണം ഈ ലോൺ ആപ്പിൻ്റെ ഇഷ്യൂ കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്താണ്? തിരിച്ചടയ്ക്കുന്നതാണോ? അല്ല. സിബിൽ വരുന്നതാണോ? സിബിലിൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്? നമ്മൾ മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ ലോൺ ആപ്പിൻ്റെ. അതാണ് അവർ മുതലെടുക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട. നിങ്ങൾ ഗൂഗിളിൽ പോവുകയാണെങ്കിൽ ഒരുപാട് ലോൺ ആപ്പിൻ്റെ ഇഷ്യൂസ് പറഞ്ഞുകൊണ്ട് ഒരുപാട് പിക്ചേഴ്സ് കാണാം. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ ലോൺ ആപ്പ് ഭീഷണി, അതുപോലെ തന്നെ ലോൺ എടുത്തു കഴിഞ്ഞാൽ അയക്കുക നിങ്ങളുടെ അശ്ലീല ചിത്രങ്ങൾ, അറിയണം ഈ ചതി,
ലോൺ ആപ്പുകൾ വഴി കേരളത്തിൽ നിന്ന് തട്ടിയത് 100 കോടി രൂപ, ആപ്പാകുന്ന ലോൺ ആപ്പുകൾ, 72 ലോൺ ആപ്പുകൾ പൂട്ടിക്കാൻ പോലീസ്. അപ്പോൾ ഇങ്ങനെ പിക്ചേഴ്സുകൾ മറ്റുള്ളവർക്കും അറിയാം. 2-3 പേരെ കൺവിൻസ് ചെയ്യണമെങ്കിൽ ഈ ഒരു പിക്ചർ മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ്, വാർത്തകളുണ്ട് യൂട്യൂബിൽ, ആ വാർത്തകളെടുത്ത് നിങ്ങളുടെ സ്റ്റാറ്റസിലേക്ക് കൊടുക്കാം. ഇതെല്ലാം വായിച്ചു നോക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തത് ഇങ്ങനത്തെ ഒരു ചിത്രങ്ങൾ ഇടുന്ന സമയത്ത്, ചിത്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു എന്താ പറയുന്ന ഫേസ് മാത്രമാണ് കട്ട് ചെയ്ത് വെക്കുന്നത്. അത് ഏതൊരു പൊട്ടക്കണ്ണന് കണ്ടാലും മനസ്സിലാകും നമ്മളുടെ പിക്ചർ അല്ലാന്ന് മനസ്സിലാകും. പിന്നെ നമ്മളുടെ ഒരു സമാധാനത്തിന് വേണ്ടി ഇങ്ങനത്തെ വീഡിയോസും ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഇമേജസും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് നിങ്ങളുടെ സ്റ്റാറ്റസിൽ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ എന്നെ ഒരുപാട് പേരിന്ന് വിളിക്കുന്നുണ്ട്. എല്ലാവർക്കും കൂടെ ഒരു സമയത്ത് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ടൊരു മറുപടി പറഞ്ഞതാണ്. നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട. പിന്നെ കുറേ പേര് ചോദിച്ചു സിവിൽ ഇഷ്യൂ ആകുമെന്ന്. ഒരു കാരണവശാലും സിവിൽ ഇഷ്യൂ ആകില്ല. കാരണം RBI രജിസ്റ്റേർഡ് ആകാത്തൊരു സാധനം എങ്ങനെയാണ് നമ്മുടെ സിവിൽ ഇഷ്യൂ ഉണ്ടാക്കുന്നത്? ഇഷ്യൂ ഉണ്ടാക്കാറില്ല. പിന്നെ ഇവർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ കളക്ഷൻ വോയിസ് വരികയാണെങ്കിൽ ആദ്യം അടിയാണ് കിട്ടുന്നത്. ഒരു കാരണവശാലും നേപ്പാളിൽ നിന്നും ചൈനയിൽ നിന്നും അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും ഒരു കളക്ഷൻ വോയിസ് നിങ്ങളുടെ വീട്ടിൽ വരില്ല. ഒരു പ്രശ്നവുമില്ല. നിങ്ങളിപ്പോൾ ഇതിൽ നിന്ന് 1 ലക്ഷം രൂപ എടുത്താൽ തന്നെ നിങ്ങളത് തിരിച്ചടയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ. പിന്നെ കുറച്ച് പേർ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഈ കോണ്ടാക്ട്സ് നമ്മൾ ഫോണിപ്പോൾ ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് പെർമിഷൻ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കോണ്ടാക്ട്സ് കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അതിനുത്തരം അവർക്ക് കിട്ടും. നമ്മൾ ആദ്യമേ ഈ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ പെർമിഷൻ കൊടുക്കും. ആ സമയത്തുള്ള കോണ്ടാക്ട്സ് അവരുടെ കയ്യിൽ കാണും. അത് നമ്മൾ എത്ര പെർമിഷൻ മാറ്റിയാലും അത് അവരുടെ കയ്യിൽ തന്നെ കാണും. ഓക്കെ. അപ്പോൾ അത് ഒരുപാട് പേരൊന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് നമ്മളെ ആധാർ കാർഡും പാൻ കാർഡും വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അറിവിൽ ഇപ്പോൾ സിം എടുക്കണമെങ്കിൽ ബയോമെട്രിക് നമ്മുടെ തമ്പ് ഇംപ്രഷൻ വേണം. അതല്ലാതെ അങ്ങനെ വലിയ ഓപ്ഷനൊന്നും എടുക്കാൻ അവർക്ക് പറ്റില്ല. മീൻസ് 100% പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇതിൽ കൂടുതലും ഇഷ്യൂസ് വരുന്നത് പെൺകുട്ടികൾക്കാണ്. അപ്പോൾ ഈ പെൺകുട്ടികൾക്കാണല്ലോ ഇങ്ങനത്തെ ഇത് വരുമ്പോൾ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അതിൻ്റെ കാര്യമില്ല. ഇപ്പോൾ കാലം മാറി. ഇതിപ്പോൾ ആരെ ബോധിപ്പിക്കാനാണ്? ഒരു ഇഷ്യൂസും നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉണ്ടാകാറില്ല. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സ്റ്റാറ്റസ് ചെയ്യുക, 2-3 പിക്ചേഴ്സോ അല്ലെങ്കിൽ യൂട്യൂബിലിൻ്റെ വീഡിയോസ് ഉണ്ട്, കുറച്ചുകൂടെ ക്ലാരിഫൈ ആകുന്ന കാണുന്നവർക്ക് അത് ഡൗൺലോഡ് ചെയ്ത് ഇടുക. അത്രയേ ഉള്ളൂ. വേറെ ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമോ പേടിക്കേണ്ട കാര്യമോ ഒന്നും തന്നെയില്ല. ഹിന്ദി അറിയാവുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ തെറി വിളിക്കുക, ഞാൻ സപ്പോർട്ട് ചെയ്യാം. വിളിക്കുന്ന സമയത്ത് സാർ മേ കൽ കരേഗ ആജ് കരേഗ മേരെ പസ് പൈസ നെയ്യ് ഹൈ സാർ എന്നൊക്കെ പറഞ്ഞാൽ അവർ പച്ചത്തെറി വിളിക്കും. നമ്മൾ ഡാന്ന് വിളിക്കുമ്പോൾ പോടാന്ന് തന്നെ പറയണം. എന്നാൽ മാത്രമേ അവർ പിന്നെ വിളിക്കാതിരിക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ വാട്സപ്പിൽ ഇങ്ങനെ കുറേ ഡൗട്ടുകൾ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇനി ഇത്രയും പറഞ്ഞിട്ടും ഒരാൾക്കും മീൻസ് 2-3 പേർക്ക് കൺവിൻസ് ആകാതെ കാണും. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ടെൻഷനോ ഡിപ്രഷനോ ഒന്നും അടിക്കേണ്ട കാര്യമില്ല. ഞാൻ മുമ്പ് പറയുന്ന പോലെ നിങ്ങളുടെ ജോബ് ചെയ്യുക, നിങ്ങളുടെ സാലറി വാങ്ങിക്കുക. ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആലോചിച്ച് ഡിപ്രഷൻ അടിച്ച് പനിയും പിടിച്ച് നിങ്ങൾക്ക് കിടക്കാനേ കഴിയുള്ളൂ. അപ്പോൾ ഇത് മറന്നേക്കുക. ഓക്കെ. നിങ്ങളവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ പറഞ്ഞ ഈ ഒരു മെത്തേഡ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching my video. Have a nice day.